ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെക്കിളി കൂടെ അപ്കമിംഗ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാത്രി ഉറങ്ങാനായി കിടന്ന സുധീഷും ഹരീഷും നികേഷും സുഭാഷും ടൂർ പോകുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ്. 2 ദിവസത്തെ ട്രിപ്പാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ക്യാഷിന്റെ കാര്യത്തെക്കുറിച്ച് ഹരീഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, ഈ ട്രിപ്പിന്റെ മുഴുവൻ ചിലവും ഞാൻ ഏറ്റെടുക്കുകയാണെന്ന്. അപ്പൊ സുഭാഷ് പറയുന്നു, അത് വേണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി ചിലവാക്കാം. സുധീഷ് പറയുകയാണ്, അത് വേണ്ട സുഭാഷ് ഏട്ടാ, ഈ ട്രിപ്പിന്റെ മുഴുവൻ ചിലവും ഞാൻ ഏറ്റെടുക്കുകയാണ്. ഹരീഷ് പറയുന്നു, നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും, പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കും. സുധീഷ് പറയുന്നു, എടാ ഹരീഷ്, ഇതുവരെ സുധീഷ് അങ്ങനെയൊക്കെ ആയിരുന്നായിരിക്കും, പക്ഷെ ഈ ട്രിപ്പില് നീ മറ്റൊരു സുധീഷിനെ കാണാൻ പോവുകയാണ്. 1 രൂപ പോലും നിങ്ങൾ തരണ്ട. സുഭാഷ് ഏട്ടൻ, ഹരീഷ്, നികേഷ്, പിന്നെ എന്റെ വൈഫ്, ഞാന് 5 പേരുടെയും മൊത്തം ചിലവും ഞാൻ തന്നെ നോക്കിക്കോളാം. സത്യമാണോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, വെറുതെ നീ വാക്ക് തരണ്ടടാ സുധീഷ്. ഹരീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, ഞാൻ എഴുതി തരാം, രാവിലെ ഇവൻ വാക്ക് മാറ്റും. സുധീഷ് പറയുന്നു, നീ വേണമെങ്കിൽ ഒരു പേപ്പറും പേന എടുത്തോണ്ട് വാ, അതിൽ ഞാൻ എഴുതി തരാം. ഞാനാണിത് ഓർഗനൈസ് ചെയ്ത എല്ലാ ചിലവുകളും ചെയ്തതെന്ന് എല്ലാവരും അറിയണം. പ്രധാനമായിട്ടും നീതി ഇത് അറിയണം. ഞാൻ എന്റെ കുടുംബത്തെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നിധിയും അറിയണമല്ലോ. ഹരീഷ് പറയുന്നു, അപ്പം മേട്ടത്തെ ഇംപ്രസ് ചെയ്യാനായിട്ടാണ് നീ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സുധീഷ് പറയുന്നു, മേ ബി അതൊരു കാരണമായിരിക്കാം. ഹരീഷ് പറയുകയാണ്, അത് ഒരു കാരണമല്ല, അത് മാത്രമാണ് കാരണം. സുഭാഷ് ഏട്ടാ, ഇവൻ നമുക്ക് വേണ്ടി ഒന്നും അല്ല ടൂർ പ്ലാൻ ചെയ്തത്, ഏട്ടത്തിക്ക് വേണ്ടിയാ. പിന്നെ അവന് വേണ്ടിയും ആണോ സുധീഷ് ഏട്ടാന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നു, ഏയ് അങ്ങനെയല്ലടാ, നീ തെറ്റിദ്ധരിക്കല്ലേ. ഈ ടൂർ പ്ലാൻ നിനക്ക് വേണ്ടിയും സുഭാഷ് ഏട്ടന് വേണ്ടിയും പിന്നെ എന്നെ ഒട്ടും വിശ്വാസമില്ലാത്ത ഈ ഹരീഷിന് വേണ്ടിയുമാണ്. ഈ വീട്ടിൽ എല്ലാവരും വിഷമിച്ചിരിക്കുകയല്ലേ, ഒന്ന് ടൂർ പോയിട്ട് വന്നാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അതിന്റെ ഇടയില് എന്നെ പറ്റിയും ഞാൻ ആലോചിച്ചു, അത്രേ ഉള്ളൂ. നാളെ രാവിലെ തന്നെ നമ്മള് ടൂർ പോവുകയാണ്. സുഭാഷ് പറയുന്നു, എടാ സുധീഷ്, ടൂർ പോകാൻ തീരുമാനിച്ചാൽ ഉടനെ തന്നെ പോണോ? സുധീഷ് പറയുകയാണ്, പോണേ സുഭാഷ് ഏട്ടാ, നാളെ രാവിലെ തന്നെ എല്ലാവരും റെഡി ആയിക്കോണം, രാവിലെ കാണാന്ന് പറഞ്ഞ് സുധീഷ് മൂടി പുതച്ചു കിടക്കുകയാണ്. തുടർന്ന് രാവിലെ നല്ല ഉറക്കത്തിൽ കിടക്കുകയാണ് ഭാസ്കരൻ. ടൂർ പോകാനായി ഒരുങ്ങി ബാഗും എടുത്ത് ഹോളിലേക്ക് വരികയാണ് സുധീഷ്. ഞാൻ റെഡിയെന്ന് പറഞ്ഞ് നിധിയും ബാഗും എടുത്ത് അവിടേക്ക് വരുമ്പോൾ സുഭാഷ് പറയുന്നു, ഞാനും റെഡിയായി മോളെ. എടാ, നിങ്ങളുടെ എല്ലാവരുടെയും ബ്രഷും പേസ്റ്റും എല്ലാം ബാഗിൽ എടുത്തു വെച്ചിട്ടുണ്ട് മോളെ. മോളുടെ ബ്രഷും പേസ്റ്റും ബാക്കി സാധനങ്ങളും എല്ലാം എടുത്തു സുഭാഷ് ഏട്ടാ നിധി പറയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, നികേഷ് എന്തിയടാ, റെഡിയായോ ഇല്ലയോ? സുധീഷ് പറയുന്നു, അവൻ രാത്രി മുതലേ ടൂർ പോകാനായി ഒരുങ്ങുകയല്ലേ. നികേഷ് പറയുന്നു, ഞാൻ ഉടനെ വരാം. ഹരീഷ് റെഡി ആയില്ലെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, അവന്റെ ഡ്രസ്സെല്ലാം എന്റെ ബാഗിൽ വെച്ചിട്ട് അവൻ പുറത്തിരിപ്പുണ്ട്. ഒരു വലിയ ബാഗും എടുത്ത് അവിടേക്ക് വന്ന നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, ബാഗിൽ എല്ലാ തുണിയും കൂടി വെക്കാൻ പറ്റുന്നില്ല. സുധീഷ് ചോദിക്കുന്നു, എടാ എന്തിനാടാ ഇത്രയും വലിയ ബാഗ്? വേണ്ടേന്ന് നികേഷ് ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് സുഭാഷ് പറയുന്നു, എടാ നികേഷ്, 2 ദിവസത്തേക്കല്ലേ നമ്മൾ പോകുന്നത്. നികേഷ് പറയുന്നു, അതറിയാം സുഭാഷ് ഏട്ടാ, അവിടെ ചെന്ന് ഡ്രസ് എല്ലാം മാറ്റി മാറ്റി ഒരുപാട് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കേട്ട് നിധി പുഞ്ചിരിക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, എടാ അതിനുവേണ്ടി ഇത്രയും ലഗേജ് ഒക്കെ വണ്ടി കയറുമോ? നീ പകുതി എടുത്തു വെച്ചിട്ട് വാ. സുഭാഷ് പറയുന്നു, എടാ വിടടാ, അവൻ ആഗ്രഹിച്ചതല്ലേ, നീ ഇതെല്ലാം കൊണ്ടുവന്നു. ഇത് കേട്ട് നികേഷ് സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ നിധി പറയുകയാണ്, എന്നാലും ഇത്രയും വലിയ ബാഗ് ഒരുപാട് ഓവറാണ് നികേഷേ. 1 ദിവസത്തേക്ക് വേണമെങ്കിൽ 5 സെറ്റ് വെച്ചോ, അത് മതിയെന്നേ. നികേഷ് പറയുന്നു, ശരി ഓക്കെ സുഭാഷ് ഏട്ടാ, വന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ. അങ്ങനെ സുഭാഷിനെയും കൂട്ടി ബാഗും എടുത്ത് റൂമിലേക്ക് പോവുകയാണ് നികേഷ്. എടാ പെട്ടെന്ന് വരണേ, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് സുധീഷ് ഫോണിൽ നോക്കിയിരിക്കുന്ന ഹരീഷിന്റെ അരികിലേക്ക് പോവുകയാണ്. സുധീഷിനെ കാണുന്ന ഹരീഷ് ഫോൺ മാറ്റുകയാണ്. സുധീഷ് ചോദിക്കുന്നു, എന്താടാ അത്? ആരാത്? നീതുവാ? ഫോട്ടോ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പ്രണയം തുടങ്ങിയോ? നിനക്ക് അവളെ ഇഷ്ടമല്ലായിരുന്നല്ലോ, പിന്നെന്താ അവളെ ഏട്ടത്തിയാക്കാൻ ട്രൈ ചെയ്തിട്ട്? അങ്ങനെ സുധീഷ് പൊട്ടിച്ചിരിക്കുമ്പോൾ ഹരീഷ് പറയുന്നു, എടാ അത് വിടടാ, അത് ഓർക്കുമ്പോൾ എനിക്ക് ഒരുമാതിരിയാ. സുധീഷ് പറയുന്നു, ശരി വിടടാ. ഇപ്പൊ എന്താ നീതുവിന്റെ ഫോട്ടോ ഒക്കെ നോക്കിയിരിക്കുന്നത്? ഹരീഷ് പറയുന്നു, എന്താന്നറിയില്ല. അങ്ങനെ ഹരീഷ് നീതുവിന്റെ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ സുധീഷ് പുഞ്ചിരിച്ച് ഹരീഷിനെ നോക്കുകയാണ്. ഹരീഷ് ചോദിക്കുന്നു, കാണാൻ നല്ലതല്ലേ, എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞ ഫോൺ പിടിച്ചു വാങ്ങിച്ച് ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് സുധീഷ് പറയുന്നു, വളരെ മോശമായിട്ടുണ്ട്. എന്തൊരു മുഖമായി ഇവളുടെ. ഹരീഷ് പറയുകയാണ്, നീ എന്താ ഇങ്ങനെ പറയുന്നത്? ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. സുധീഷ് പറയുന്നു, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു, എന്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു, നിന്റെ ലെവലിലെല്ലാം വേറെ നോക്കാമടാ ഹരീഷ്. ഹരീഷ് പറയുന്നു, അതൊക്കെ എനിക്കറിയാം, നീ ആ ഫോണിങ്ങിതാ. ഇനി നീതുവിനെ പറ്റി അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ഹരീഷ് സുധീഷിനോട് വഴക്കുണ്ടാക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് അവിടെ കൂടി വന്ന സുഭാഷ് ചോദിക്കുന്നു, എന്താടാ ഇത്? ഒരു യാത്ര പുറപ്പെടാൻ തുടങ്ങുമ്പോഴാണോ നിങ്ങളുടെ വഴക്ക്? എന്താ സുഭാഷ് ഏട്ടാന്ന് ചോദിച്ച് നിധി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ സുഭാഷ് പറയുന്നു, ഒന്നുമില്ല മോളെ, ഞാൻ നോക്കിക്കോളാം. അവിടേക്ക് വന്ന നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ഞാൻ റെഡി. ഉറങ്ങിക്കിടക്കുന്ന ഭാസ്കരനെ നോക്കി നിധി ചോദിക്കുന്നു, അച്ഛൻ വരുന്നില്ലേ? ഹരീഷ് പറയുകയാണ്, അങ്ങേരെ കൂട്ടിക്കൊണ്ടു പോയിട്ട് എന്തിനാ? സുഭാഷ് പറയുന്നു, അച്ഛന് ഇങ്ങനെയൊക്കെ വരാൻ ഇഷ്ടമല്ല. സുധീഷ് പറയുന്നു, 2 ദിവസമെങ്കിലും അച്ഛന്റെ അടുത്തു നിന്നും ഒരു ബ്രേക്ക് എടുക്കാം നമുക്ക്. ഹരീഷ് പറയുകയാണ്, ചെറിയ പ്രായത്തിൽ പോലും
നമ്മളെ ഒരു സ്ഥലത്ത് പോലും കൂട്ടിയിട്ട് പോകാത്ത മനുഷ്യനാണിത്. പിന്നെ ആ മനുഷ്യനെ നമ്മൾ എന്തിനു കൂട്ടിക്കൊണ്ടു പോകണം? തനിച്ചിരുന്നോളുമോന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, അതെല്ലാം അച്ഛൻ നോക്കിക്കോളും മോളെ. നികേഷും ഹരീഷും സുധീഷും ബാഗെല്ലാം കാറിലേക്ക് എടുത്തു വെക്കുമ്പോൾ നിധിയും സുഭാഷും ഭാസ്കരന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അച്ഛന്ന് വിളിച്ച് തട്ടി ഉണർത്തുകയാണ് സുഭാഷ്. എഴുന്നേറ്റിരുന്ന ഭാസ്കരൻ ചോദിക്കുന്നു, എന്താ? സുഭാഷ് പറയുന്നു, അച്ഛാ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയിട്ട് വരാം. ഭാസ്കരൻ ചോദിക്കുകയാണ്, ഏത് സ്ഥലത്ത്? നിങ്ങളുടെ അമ്മയുള്ള സ്ഥലത്തോ? ഇങ്ങനെ ഞാൻ എന്തെന്ന് പറഞ്ഞ് സുധീഷ് ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ നികേഷ് പറയുന്നു, വേണ്ട സുധീഷ് ഏട്ടാ. ഹരീഷ് പറയുകയാണ്, വേണ്ട, ഒരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ വഴക്ക് വേണ്ട. നികേഷ് പറയുന്നു, വാ നമുക്ക് കാറിൽ കയറിയിരിക്കാം. അങ്ങനെ അവർ കാറിൽ കയറിയിരിക്കുമ്പോൾ സുഭാഷ് ടൂറ് പോകുന്ന കാര്യം ഭാസ്കരനോട് പറയുകയാണ്. നിധി ചോദിക്കുന്നു, വീട്ടില് അച്ഛൻ തനിച്ച് മാനേജ് ചെയ്തോളൂ. ഭാസ്കരൻ പറയുന്നു, ജനിച്ച നാൾ മുതലേ ഞാൻ തനിച്ചല്ലേ മാനേജ് ചെയ്യുന്നത്. പോവാണെങ്കിൽ പെട്ടെന്ന് പോകാൻ നോക്ക്, ഉറങ്ങുന്നവരെ ഡിസ്റ്റർബ് ചെയ്യാതെ. നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ പോകാം. സുഭാഷ് പറയുകയാണ്, അച്ഛൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വീട് പൂട്ടിയിട്ട് പോണേ, തുറന്നിട്ടിട്ട് പോകരുതേ. ഭാസ്കരൻ പറയുന്നു, അതൊക്കെ എനിക്കറിയാം, ഞാൻ നോക്കിക്കോളാം. ഞാൻ 2-3 ദിവസം സന്തോഷമായിട്ട് വീട്ടിൽ ഇരിക്കട്ടെ, നിങ്ങൾ പോയിട്ട് വാ. ശരി അച്ഛാ പോകാം മോളെ എന്ന് പറഞ്ഞ് നിധിയെയും കൂട്ടി കാറിന്റെ അരികിലേക്ക് പോവുകയാണ് സുഭാഷ്. സുഭാഷ് കാറിലേക്ക് കയറുമ്പോൾ ഹരീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ നമ്മള് വീട്ടിൽ തിരിച്ചു വരുന്നതിന് മുമ്പേ അച്ഛൻ വേറെ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വരുമോ? സുധീഷ് പറയുന്നു, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലടാ. അയാൾക്ക് അതിനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാകും, പക്ഷേ പെണ്ണുങ്ങൾ ആരെങ്കിലും വരണ്ടേ. നിധി ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കുമ്പോൾ സുഭാഷ് പറയുന്നു, നിധി മോളെ ഇവര് പറയുന്ന ഒന്നും കാര്യമാക്കണ്ട, ഇവന്മാരിങ്ങനെയാ. നീ പാട്ടിട്ട് വണ്ടി എടുക്ക്. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ഒരു മിനിറ്റ്, അതിനു മുമ്പേ നമുക്കൊരു സെൽഫി എടുക്കാം. എല്ലാവരും സന്തോഷത്തോടുകൂടി ഫോണിലേക്ക് നോക്കുകയാണ്. സുധീഷ് സെൽഫി എടുക്കുന്നു. തുടർന്ന് രാജീവും അരുണും ഹേമയും സാന്ദ്രയും നിഹാരികയും റിസോർട്ടിലേക്ക് വരികയാണ്. നിഹാരിക ചോദിക്കുന്നു, ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ അമ്മ? സാന്ദ്ര പറയുകയാണ്, മോളെ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഒന്നുമില്ല, പക്ഷേ പാർക്കും ബേർഡ്സും ബോട്ടിങ്ങും ഒക്കെ ഉണ്ട്. അവിടേക്ക് വന്ന അരുണിനോട് രാജീവ് പറയുന്നു, കുറച്ചുകൂടി നല്ല റിസോർട്ട് നോക്കാമായിരുന്നടാ അരുണെ. മോള് ആഗ്രഹിച്ച് സ്വിമ്മിംഗ് പൂളിനൊക്കെ ചോദിക്കുന്നു, അതുപോലും ഇവിടെ ഇല്ല. അരുൺ പറയുന്നു, അച്ഛാ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഇല്ലെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഉണ്ട്. ഫുഡെല്ലാം സൂപ്പറാണ്. പിന്നെ നമ്മൾ എന്ത് ചോദിച്ചാലും അവൻ അറേഞ്ച് ചെയ്ത് തരാൻ റെഡിയാണ്. ഹേമ പറയുന്നു, അരുൺ പറയുന്നത് ശരിയല്ലേ? അവന്റെ ഫ്രണ്ടിന്റെ റിസോർട്ട് ഇവിടെ ഉള്ളപ്പോൾ നമ്മള് മറ്റെവിടെയെങ്കിലും പോകുന്നത് ശരിയാണോ? തുടർന്ന് റൂമിലേക്ക് വന്ന ഹേമ പറയുന്നു, അരുണെ റൂമെല്ലാം നന്നായിട്ടുണ്ട്. അരുൺ പറയുന്നു, നമ്മൾ ഇവിടെ എൻജോയ് ചെയ്യാൻ വന്നതാണ്, നിധിയെ കുറിച്ചുള്ള ഓർമ്മകളൊന്നും വേണ്ട. രണ്ടുപേരും ഫ്രഷ് ആയി റെസ്റ്റ് എടുക്ക്, ഞങ്ങള് തൊട്ടപ്പുറത്തെ റൂമിലുണ്ട്. അങ്ങനെ സാന്ദ്രയും നിഹാരികയും കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോവുകയാണ് അരുൺ. തുടർന്ന് സുധീഷും നിധിയും സുഭാഷും നികേഷും ഹരീഷും എല്ലാം ഹോട്ടലിൽ നിന്നും ഫുഡ് കഴിച്ച് കാറിൽ യാത്ര തുടരുകയാണ്. പാട്ടൊക്കെ കേട്ട് സന്തോഷത്തോടുകൂടി സംസാരിച്ച് അവർ റിസോർട്ടിലേക്ക് പോവുകയാണ്. പ്രണയഗാനങ്ങൾ കേൾക്കുമ്പോൾ സുധീഷ് പുഞ്ചിരിച്ച് നിധിയെ നോക്കുന്നുണ്ട്. എല്ലാവരും സുധീഷിനെ ശ്രദ്ധിക്കുന്നു. നികേഷ് പറയുന്നു, മതി സുധീഷ് ഏട്ടാ വണ്ടി ഓടിക്ക്. തുടർന്ന് സുഭാഷ് പറയുന്നു, എടാ സുധീഷെ വണ്ടി നിർത്തിക്ക്, അവിടെ ഒരു കടയുണ്ട്. എന്തിനാ സുഭാഷ് ഏട്ടാന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, നീ നിർത്തടാന്ന് പറഞ്ഞ് സുധീഷിനെ കൊണ്ട് കാറ് നിർത്തിപ്പിച്ച് കടയിലേക്ക് പോവുകയാണ് സുഭാഷ്. കടയിൽ നിന്നും കുറച്ച് സ്നാക്സും വാങ്ങിച്ച് സുഭാഷ് കാറിലേക്ക് വന്നിരിക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, എവിടെ പോയതാ സുഭാഷ് ഏട്ടൻ? അപ്പൊ സുഭാഷ് പറയുകയാണ്, മുന്നോട്ട് പോകുമ്പോൾ കടകളൊന്നും കാണത്തില്ല, അതാ കുറച്ച് സ്നാക്സ് വാങ്ങിച്ചോണ്ട് വരാന്ന് വിചാരിച്ചത്. എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയാൽ കഴിക്കണ്ടേ? സ്നാക്സ് എല്ലാം നോക്കി നികേഷ് പറയുന്നു, സൂപ്പർ സുഭാഷ് ഏട്ടാ. തുടർന്ന് എല്ലാവരും സ്നാക്സ് കഴിക്കുകയാണ്. നിധിയും അവരുടെ ഒപ്പം കഴിക്കുന്നു. ഡ്രൈവ് ചെയ്യുന്ന സുധീഷ് എല്ലാവരെയും നോക്കിക്കൊണ്ട് പറയുന്നു, എടാ എല്ലാം തീർത്ത് കളയല്ലേ, എനിക്കും കൂടി കുറച്ച് വെച്ചേക്കണേ. ഹരീഷ് പറയുന്നു, കഴിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാൽ കോൺസെൻട്രേഷൻ പോകും, റിസോർട്ടിൽ എത്താനും ലേറ്റ് ആകും. നീ റോഡ് നോക്കി വണ്ടി ഓടിക്ക്, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. അവരെല്ലാവരും സ്നാക്സുകൾ മാറി മാറി കഴിക്കുമ്പോൾ കൊതിയോടുകൂടി ചുറ്റും നോക്കിക്കൊണ്ട് ഡ്രൈവ് ചെയ്യുകയാണ് സുധീഷ്. നിധി പറയുന്നു, സുധീഷ് പാവല്ലേ, സുധീഷിനും കൂടി കുറച്ച് കൊടുക്ക്. സുഭാഷ് പറയുന്നു, സുധീഷെ നീ തിരിഞ്ഞു നോക്കല്ലേ, ഞാൻ നിന്റെ വായി തരാം. അങ്ങനെ സുഭാഷ് സുധീഷിന്റെ വായിൽ സ്നാക്സ് വെച്ച് കൊടുക്കുമ്പോൾ ഹരീഷ് പറയുന്നു, ഊട്ടി കൊടുക്ക്, കൊച്ചു കുഞ്ഞല്ലേ. നിധിയെ നോക്കിക്കൊണ്ട് സുധീഷ് മനസ്സിൽ പറയുന്നു, എനിക്ക് സ്നാക്സ് തരാതെ എന്റെ ഭാര്യയ്ക്ക് കഴിക്കാൻ വിഷമം തോന്നി കാണും, ഈ ട്രിപ്പിൽ ലവ് സ്റ്റാർട്ട് ആകുമെന്ന് തോന്നുന്നു. തുടർന്ന് മടിയോടുകൂടി നിധി പറയുന്നു, സുധീഷെ വാഷ്റൂമിൽ പോകണം. സുധീഷ് പറയുകയാണ്, അതിന് നീന്തി എന്തിനാ മടിക്കുന്നത്, നല്ല ഏതെങ്കിലും സ്ഥലം വരട്ടെ, ഞാൻ നിർത്താം. തുടർന്ന് ഒരു പെട്രോൾ പമ്പിന്റെ അരികിലേക്ക് വണ്ടി നിർത്തുകയാണ് സുധീഷ്. നിധി കാറിൽ നിന്നിറങ്ങുമ്പോൾ സുധീഷ് പറയുന്നു, നിധി ഞാൻ ബാത്റൂം നല്ലതാണോന്ന് പോയി നോക്കിയിട്ട് വരാം. നിധി പറയുകയാണ്, വേണ്ട വേണ്ട അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ് നിധി ബാത്റൂമിലേക്ക് പോവുകയാണ്. നികേഷ് പറയുകയാണ്, ഏട്ടത്തി പറഞ്ഞ ഉടനെ വണ്ടി നിർത്തിയല്ലോ, ഇപ്പൊ സമയം പോകുന്നില്ലേ? സുധീഷ് പറയുകയാണ്, നിധിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ? സുഭാഷ് പറയുന്നു, നികേഷെ നിധി പറഞ്ഞതുകൊണ്ടാണ് ഇപ്പൊ വണ്ടി നിർത്തിയത്, നിങ്ങൾക്ക് ബാത്റൂമിൽ എല്ലാം പോകണമെങ്കിൽ പോയിട്ട് വാ, പിന്നെ അവൻ വണ്ടി നിർത്തത്തില്ലേ? സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ എങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട് പറയുന്നത്? സുഭാഷ് പറയുകയാണ്, നിന്നെ പറ്റി എനിക്ക് അറിയത്തില്ലേ? നികേഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ ഞാൻ പറഞ്ഞ സുധീഷ് ഏട്ടൻ വണ്ടി നിർത്തത്തില്ലേ? നിർത്തത്തില്ല എന്ന് സുധീഷ് പറയുമ്പോൾ നികേഷ് പറയുകയാണ്, ശരി ഹരീഷ് ഏട്ടാ തിരിച്ചു വരുമ്പോൾ ഹരീഷ് ഏട്ടൻ വണ്ടി ഓടിച്ചാൽ മതി കേട്ടോ, ഞാനും കൂടി ബാത്റൂമിൽ പോയിട്ട് വരാന്ന് പറഞ്ഞ നികേഷ് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് അവർ യാത്ര തുടരുകയാണ്. സുധീഷ് പറയുന്നു, കുറച്ചു നേരം കഴിയുമ്പോൾ മല കയറാനായി തുടങ്ങും, വൊമിറ്റ്
വൊമിറ്റ് ചെയ്യാൻ വല്ലതും വന്നാൽ വണ്ടി നിർത്താൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ഈ നാരങ്ങ മണപ്പിച്ചോ. നിധി പറയുന്നു, ഞാൻ വൊമിറ്റ് ചെയ്യുകയൊന്നുമില്ല, എനിക്ക് നാരങ്ങയൊന്നും വേണ്ട. സാരമില്ല, ഇത് കയ്യിൽ വെച്ചോന്ന് പറഞ്ഞ് ലെമൺ നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുകയും പിന്നീട് ഇരിക്കുന്ന ഹരീഷിന്റെ കയ്യിലേക്കും ഒരു ലെമൺ കൊടുക്കുകയുമാണ് സുധീഷ്. നിധി പറയുന്നു, നികേഷ് ആ വാട്ടർ ബോട്ടിൽ ഇതാ. അങ്ങനെ നിധി വെള്ളം കുടിക്കുമ്പോൾ സുധീഷ് പറയുന്നു, മതി മതി, ഇനിയും വാഷ്റൂമിൽ പോകണമെന്ന് പറയും. ഇത് കേട്ട് സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് നിധി പറയുകയാണ്, കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ സുധീഷ്. ഇത് കേട്ട് സുധീഷ് പുഞ്ചിരിക്കുമ്പോൾ നിധിയും പുഞ്ചിരിക്കുകയാണ്. നികേഷ് പറയുന്നു, സുധീഷ് ഏട്ടാ എല്ലാം റൊമാൻറ്റിക് സോങ്സ് ആണല്ലോ. സുധീഷ് പറയുകയാണ്, അതേടാ, ഇന്നലെ രാത്രി റെഡിയാക്കിയ പ്ലേലിസ്റ്റ് ആടാ ഇത്, എല്ലാം റൊമാൻറ്റിക് സോങ്സ് ആണ്. അങ്ങനെ സുധീഷ് പുഞ്ചിരിച്ച് നിധിയെ നോക്കുകയാണ്. നിധി ഇടയ്ക്ക് സുധീഷിനെ ശ്രദ്ധിക്കുന്നുമുണ്ട്. സുധീഷ് വളരെ റൊമാൻറ്റിക് ആയി നിധിയെ നോക്കുമ്പോൾ നിധി പാട്ട് ഓഫ് ചെയ്യുകയാണ്. ഹരീഷും സുഭാഷും നികേഷും പുഞ്ചിരിച്ച് സുധീഷിനെ നോക്കുന്നു. സുധീഷ് വീണ്ടും നിധിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. സുഭാഷ് പറയുന്നു, എടാ നോക്കി, ലോറി വരുന്നടാ. കാറ് വെട്ടിച്ചു മാറ്റിക്കൊണ്ട് സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ ലോറി ഞാൻ കണ്ടായിരുന്നു. സുഭാഷ് ഏട്ടൻ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ. നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടന് വണ്ടി ഓടിക്കാൻ അറിയുമോ? അപ്പൊ സുഭാഷ് പറയുകയാണ്, ഇല്ല മോളെ, എനിക്ക് വണ്ടി ഒന്നും ഓടിക്കാൻ അറിയില്ല. സുധീഷും ഹരീഷും നന്നായി വണ്ടി ഓടിക്കും. നികേഷും ഹരീഷും സുഭാഷും ചാരിയിരുന്നുറങ്ങുമ്പോൾ നിധിയും ചാരിയിരുന്നുറങ്ങുകയാണ്. ഡ്രൈവ് ചെയ്യുന്ന സുധീഷ് പുഞ്ചിരിച്ച് ഇടയ്ക്കിടയ്ക്ക് നിധിയെ നോക്കുന്നുണ്ട്. തുടർന്ന് ഉറക്കമുണർന്ന നിധി ചോദിക്കുന്നു, എത്താറായോ? സുധീഷ് പറയുകയാണ്, എത്താറായി, മലയെല്ലാം കയറി. എല്ലാവരും സന്തോഷത്തോടുകൂടി പുറത്തേക്ക് നോക്കുകയാണ്. നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. സുഭാഷ് പറയുകയാണ്, എടാ നല്ല ഭംഗിയുണ്ട് കാണാൻ. സുധീഷെ സൈഡിലേക്ക് ഒതുക്കി നിർത്ത്. അവർ പുറത്തിറങ്ങി നിന്ന് ഭംഗി ആസ്വദിക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെയാണ്. നികേഷ് എല്ലാവരും ചേർന്നുള്ള ഫോട്ടോയും ഓരോരുത്തരുടെ ഒപ്പം സെൽഫിയും എടുക്കുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, എന്തിനാണ് ഇത്രയും ഫോട്ടോ എടുക്കുന്നത്? അപ്പൊ നികേഷ് പറയുകയാണ്, ഇതെല്ലാം ഓരോ മെമ്മറികളല്ലേ, ആദ്യമായിട്ടല്ലേ നമ്മൾ ഫാമിലിയായി ടൂർ വന്നിരിക്കുന്നത്. സുഭാഷ് പറയുന്നു, ശരി നീ ഫോട്ടോ എടുത്തോ. സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഈ ഐഡിയ യൂസ് ചെയ്ത് എനിക്ക് നിധിയുടെ ഒപ്പം ഫോട്ടോ എടുക്കണം. അങ്ങനെ സുധീഷ് സുഭാഷിനെ ചേർത്ത് പിടിച്ച് നികേഷിനോട് ഫോട്ടോ എടുക്കാനായി ആവശ്യപ്പെടുകയാണ്. ശേഷം സുധീഷ് പറയുന്നു, ഹരീഷെ വാടാ, നമുക്കും ഒരു ഫോട്ടോ എടുക്കാം. സുധീഷ് ഹരീഷിനെ ചേർത്ത് പിടിക്കുമ്പോൾ ഫോട്ടോ എടുക്കുകയാണ് നികേഷ്. ശേഷം സുധീഷ് പറയുന്നു, നിധി വാ, നമുക്ക് ഒരു ഫോട്ടോ എടുക്കാം. നിധി പറയുകയാണ്, വേണ്ട, സുധീഷ് തനിച്ച് ഫോട്ടോ എടുത്താൽ മതി. സുധീഷ് പറയുന്നു, നിധി വാ, ഒരു ഫോട്ടോ അല്ലേ. നികേഷ് പറയടാ. നിധി സുധീഷിന്റെ അരികിലേക്ക് വന്ന് നിൽക്കുമ്പോൾ സുധീഷ് പുഞ്ചിരിച്ച് പതിയെ നിധിയുടെ അരികിലേക്ക് ചേർന്ന് നിൽക്കുകയും തോളിലേക്ക് കൈ വെക്കാതെ കൈ അടുത്തേക്ക് വെക്കുകയുമാണ്. നിധി ഇത് ശ്രദ്ധിക്കുന്നില്ല. സുധീഷ് ചോദിക്കുന്നു, നികേഷേ ഓക്കെ അല്ലേ? ഓക്കെ സുധീഷ് ഏട്ടാന്ന് പറഞ്ഞ നികേഷ് ഫോട്ടോ എടുക്കുകയാണ്. പെട്ടെന്ന് നിധി ശ്രദ്ധിക്കുകയാണ് സുധീഷ് കൈ വെച്ചിരിക്കുന്നത്. നിധി തിരിഞ്ഞ് സുധീഷിനെ നോക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു, ചുമ്മാ തമാശയ്ക്കാ. സുഭാഷ് ചോദിക്കുന്നു, എടാ ഇവിടെ നിന്നെയും റൂമിലെത്താൻ എത്ര സമയം എടുക്കും? ഒരു 30 മിനിറ്റ് എടുക്കുമെന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് പറയുക, ഇനി അരമണിക്കൂർ എടുക്കോ? എങ്കിൽ വാ, നമുക്ക് സമയം കളയാതെ പോകാം. നിധി പറയുന്നു, അതെ സുഭാഷ് ഏട്ടാ, നമുക്ക് റൂമിൽ പോകാം. അങ്ങനെ അവർ കാറിൽ കയറാനായി പോകുമ്പോൾ നികേഷിന്റെ കയ്യിൽ പിടിച്ച് സുധീഷ് പറയുന്നു, എടാ ഫോട്ടോ കാണിക്കടാ. ഫോട്ടോ കാണിക്കുമ്പോൾ സുധീഷ് പറയുന്നു, സൂപ്പർ എടാ. തുടർന്ന് അവർ റിസോർട്ടിലേക്ക് വരികയാണ്. എല്ലാവരും സന്തോഷത്തോടു കൂടി ചുറ്റും നോക്കുമ്പോൾ സുധീഷ് പറയുന്നു, നികേഷ് ഇതാടാ നമ്മൾ താമസിക്കാൻ പോകുന്ന റിസോർട്ട്, എങ്ങനെയുണ്ട്? സന്തോഷത്തോടു കൂടി സുധീഷിനെ കെട്ടിപ്പിടിച്ച് നികേഷ് പറയുന്നു, സൂപ്പർ ആയിട്ടുണ്ട് സുധീഷ് ഏട്ടാ. ഇത്രയും വലിയ റിസോർട്ടിലാണോ നമ്മൾ താമസിക്കാൻ പോകുന്നത്? നിധി ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയുന്നു, അതേടാ ഇവിടെയാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ട് സുധീഷ് ഏട്ടന്റെ സെലക്ഷൻ? സൂപ്പർ എന്ന് എല്ലാവരും പറയുമ്പോൾ സുധീഷ് പറയുന്നു, വാ നമുക്ക് അകത്തേക്ക് പോകാം. രാജീവും ഫാമിലിയും വന്ന അതേ റിസോർട്ടിലേക്കാണ് ഇപ്പോൾ സുഭാഷും സുധീഷും നിധിയും നികേഷും ഹരീഷും വന്നിരിക്കുന്നത്. നിങ്ങൾ ഇരിക്ക്, ഞാൻ ചെക്ക് ഇൻ ചെയ്തിട്ട് വരാന്ന് പറഞ്ഞ് സുധീഷ് അവിടെ വന്ന് പോകുമ്പോൾ സുഭാഷ് പറയുന്നു, എടാ ഞാനും കൂടി വരാം. ഞാനും വരാമെന്ന് ഹരീഷും പറയുകയാണ്. അങ്ങനെ അവർ റിസപ്ഷനിലേക്ക് പോവുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, എടാ റിസോർട്ട് കണ്ടിട്ട് വലിയതാണല്ലോ, ഇവിടെ ഒരുപാട് പണമാകില്ലേ? സുധീഷ് പറയുന്നു, അതൊക്കെ ഞാൻ നോക്കിക്കോളാം സുഭാഷ് ഏട്ടാ. ഹരീഷ് ചോദിക്കാണ്, സത്യമായിട്ട് നമ്മൾ ഇവിടെയാണോ താമസിക്കാൻ പോകുന്നത്? അത്രയും കാശ് നിന്റെ കയ്യിലുണ്ടോ? സുധീഷ് പറയുന്നു, ഇത് വലിയ കാര്യമാണോടാ, നിധിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ഈ ട്രിപ്പിൽ നമ്മൾ വെറും സൈഡ് ആർട്ടിസ്റ്റുകളാണ്. നമ്മൾ വന്നില്ലെങ്കിൽ ഏട്ടത്തി വരില്ല, അതുകൊണ്ടാണ് നമ്മളെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. സുധീഷ് പറയുന്നു, അതേടാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു പോയിക്കോ. സുഭാഷ് പറയുന്നു, മതി മതി, രണ്ടുപേരും മിണ്ടാതിരുന്നേ, ഇനി ഇവിടെ നിങ്ങളുടെ വഴക്ക് തുടങ്ങണ്ട. നികേഷ് പറയുന്നു, ഏട്ടത്തി എനിക്ക് ഫോട്ടോ എടുത്തതാ, ഞാൻ അവിടെ നിൽക്കാം. നികേഷ് പോസ് ചെയ്യുമ്പോൾ ഫോട്ടോ എടുത്തു കൊടുക്കുകയാണ് നിധി. നികേഷ് നിധിയുടെ ഫോട്ടോ എടുക്കുന്നു. സുഭാഷും ഹരീഷും നിധിയുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. റിസപ്ഷനിസ്റ്റ് സുധീഷിനോട് പറയുന്നു, ഗസ്റ്റ് എല്ലാവരുടെയും ആധാർ കാർഡ്, ID പ്രൂഫ് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവാ. ശരിയെന്ന് പറഞ്ഞ് സുധീഷ് എല്ലാവരുടെയും അരികിലേക്ക് ചെല്ലുകയാണ്. സുഭാഷിന്റെയും നികേഷിന്റെയും ആധാർ കാർഡും ഹരീഷിന്റെ ലൈസൻസും വാങ്ങുകയാണ് സുധീഷ്. നിധി പറയുന്നു, എന്റെ കയ്യിൽ ആധാർ കാർഡ് ഇല്ലല്ലോ. ആധാർ കാർഡ് ഇല്ലെങ്കിൽ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ ആലോചിച്ചില്ല എന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, ആധാർ കാർഡ് ഇല്ലെങ്കിൽ താമസിക്കാൻ പറ്റില്ലേ? ഹരീഷ് പറയുകയാണ്, എല്ലായിടത്തും അങ്ങനെയാ സുഭാഷ് ഏട്ടാ. നിധി ചോദിക്കുന്നു, ഞാൻ എന്ത് ചെയ്യും? സുധീഷ് പറയുകയാണ്, അത് സാരമില്ല, ഞാൻ എങ്ങനെയെങ്കിലും ശരിയാക്കാം. നിധി പറയുന്നു, എന്തെങ്കിലും ഒരു പ്രൂഫ് ചോദിക്കില്ലേ? സുധീഷ് പറയുന്നു, എനിക്ക് അറിയാവുന്ന റിസോർട്ടാണ്, ഞാൻ അവരോട് സംസാരിക്കട്ടെ. സുഭാഷ് ചോദിക്കുന്നു, ഇത് നിനക്ക് അറിയാവുന്ന സ്ഥലമാണോ?
ആണോ? സുധീഷ് പറയുകയാണ് എനിക്കല്ല, എന്റെ ഓണർക്ക്. ഞാൻ അവരോട് സംസാരിക്കട്ടെ. സുഭാഷ് പറയുകയാണ് എടാ ഞാനും കൂടി വരാം. സുധീഷ് പറയുന്നു സുഭാഷൻ അവിടെ ഇരുന്നു, നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരുന്നു, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് പ്രൂഫ് എല്ലാം വാങ്ങി റിസപ്ഷനിസ്റ്റ് പറയുന്നു സർ 2 റൂംസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സുധീഷ് പറയുകയാണ് അതെ അതെ, ഒരു റൂമിൽ എക്സ്ട്രാ ബെഡ് വേണം. റിസപ്ഷനിസ്റ്റ് പറയുന്നു ഓക്കെ സർ, അതിനുവേണ്ടി നിങ്ങൾ എക്സ്ട്രാ പേ ചെയ്യണം. ബിക്കോസ് ഒരു റൂമില് 2 മെമ്പേഴ്സ് ആണ് അലൗഡ് ആയിട്ടുള്ളത്. സുധീഷ് പറയുന്നു നിങ്ങൾ എത്രാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ പേ ചെയ്യാം. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് മാത്രം ആധാർ കാർഡ് ഇല്ല, പക്ഷേ സോഫ്റ്റ് കോപ്പി ഉണ്ട്, അത് മതിയോ നിങ്ങൾക്ക്? റിസപ്ഷനിസ്റ്റ് പറയുന്നു അത് കുഴപ്പമില്ല, നിങ്ങൾ ഈ നമ്പറിലേക്ക് ആ കോപ്പി സെൻഡ് ചെയ്താൽ മതി. ഓക്കെ ഷുവർ എന്ന് പറഞ്ഞ് നിധിയുടെ ആധാർ കാർഡിന്റെ കോപ്പി സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് സുധീഷ് തിരിഞ്ഞു നോക്കുമ്പോൾ നിധി ടെൻഷനോടുകൂടി ഇരിക്കുകയാണ്. നിധി എന്തായെന്ന് കണ്ണുകൊണ്ട് ചോദിക്കുമ്പോൾ പുഞ്ചിരിച്ച് കണ്ണടച്ച് കാണിച്ച് കൈകൊണ്ട് ഡണ്ണെന്ന് കാണിക്കുകയാണ് സുധീഷ്. നിധിയും സന്തോഷത്തോടുകൂടി കൈകൊണ്ട് ഡണ്ണെന്ന് കാണിക്കുന്നു. റിസപ്ഷനിസ്റ്റ് പ്രൂഫ് എല്ലാം തിരിച്ചു കൊടുക്കുകയും റൂമുകളുടെ കീ കൊടുക്കുകയുമാണ്. അരികിലേക്ക് വന്ന സുധീഷിനോട് സുഭാഷ് ചോദിക്കുന്നു എന്തായടാ? സുധീഷ് പറയുന്നു ഞാൻ പറഞ്ഞില്ലേ സംസാരിച്ച് ശരിയാക്കാമെന്ന്, ഒരു കുഴപ്പമില്ല. കീയും വാങ്ങി ദാ നിധിയുടെ റൂമിന്റെ കീ എന്ന് പറഞ്ഞ് ഒരു കീ നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് സുധീഷ്. വാ നമുക്ക് ലഗേജും എടുത്ത് റൂമിലേക്ക് പോകാന്ന് പറഞ്ഞ് കാറിന്റെ അരികിലേക്ക് പോവുകയാണ് സുധീഷ്. പിന്നാലെ മറ്റെല്ലാവരും പോകുന്നു. സുഭാഷ് ചോദിക്കുന്നു സുധീഷ് എത്ര റൂമാടാ ബുക്ക് ചെയ്തിരിക്കുന്നത്? സുധീഷ് പറയുകയാണ് 2 റൂം, അതിൽ ഒരു റൂമില് എക്സ്ട്രാ ബെഡ് ഇടാനായി പറഞ്ഞിട്ടുണ്ട്. സുഭാഷ് പറയുന്നു ശരി, ഒരു ദിവസത്തേക്ക് ഒരു റൂമിന് എത്ര? സുധീഷ് പറയുകയാണ് ഒരു ദിവസത്തേക്ക് 5000 രൂപയാകും ഒരു റൂമിന്. 2 ദിവസത്തേക്ക് 2 റൂമിന് 20,000 രൂപ കൊടുത്തിട്ടുണ്ട്. കണ്ടു തള്ളി സുഭാഷ് ചോദിക്കുന്നു 2 ദിവസത്തേക്ക് 20,000 രൂപയോ? സുധീഷ് പറയുന്നു ഇപ്പൊ ഞാൻ കൊടുത്തു, പിന്നെ നിങ്ങള് കുറച്ച് പൈസ തിരിച്ചു തരണം. സുഭാഷ് പറയുന്നു എടാ ഞാൻ കുറച്ച് ക്യാഷ് എടുത്തോണ്ട് വന്നിട്ടുണ്ട്, നീ അത് വെച്ചോ, ചിലവുള്ളതല്ലേ. സുഭാഷ് അങ്ങനെ ക്യാഷ് ഇടുമ്പോൾ സുധീഷ് പറയുന്നു എന്താ സുഭാഷ് ഏട്ടാ ഇത്, എന്തിനാ എണ്ണി നോക്കുന്നത്? നമ്മുടെ ഇടയിൽ അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? മൊത്തം ഞാൻ വെച്ചോളാം. അങ്ങനെ സുഭാഷിന്റെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങി പോക്കറ്റിലേക്ക് വെക്കുകയാണ് സുധീഷ്. ഹരീഷ് പറയുന്നു എനിക്കറിയായിരുന്നു, മുഴുവൻ ചെലവും നീ നോക്കിക്കോളാമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ 1 രൂപ പോലും തരില്ല. സുഭാഷ് പറയുന്നു എല്ലാ ചെലവും കൂടി സുധീഷിനെ ഏൽപ്പിച്ചാൽ എങ്ങനാ? റൂമിന്റെ കാശ് അവൻ കൊടുത്തില്ലേ, ഇവിടെ ചുറ്റിക്കറങ്ങുന്നതിന്റെ ചെലവിന് ഇതിരിക്കട്ടെ. തുടർന്ന് നികേഷ് പറയുന്നു സുധീഷേട്ടാ എത്ര റൂമാ ബുക്ക് ചെയ്തിരിക്കുന്നത്? ഞാനും ഹരീഷേട്ടനും കൂടി ഒരു റൂമിൽ കിടന്നോളാം. സുധീഷ് പറയുന്നു ആകെ 2 റൂമേ ഉള്ളൂ, നിങ്ങൾ 3 പേരും കൂടി ഒരു റൂമിൽ, ഞാനും നിധിയും കൂടി മറ്റൊരു റൂമിൽ. സുഭാഷ് എടാന്ന് വിളിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് നിധി ഓക്കെ പറഞ്ഞാലും സുഭാഷ് ഏട്ടൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ലല്ലോ. അനിയത്തിയോടുള്ള സ്നേഹം. നിധിയെ വിളിച്ചിട്ട് സുധീഷ് പറയുന്നു നിധി അതാ നിധിയുടെ റൂം. അപ്പൊ നിധി ചോദിക്കാണ് നിങ്ങളുടെ റൂമോ? തൊട്ടടുത്ത റൂമിലാണെന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കുന്നു എങ്ങനെ 4 പേര് ഒരേ റൂമില്? സുധീഷ് പറയുന്നു അതൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം, ഒരു പ്രശ്നമില്ല, എക്സ്ട്രാ ബെഡും പറഞ്ഞിട്ടുണ്ട്. സുഭാഷ് പറയുന്നു ശരി മോള് പോയി റെസ്റ്റ് എടുക്ക്, ഭക്ഷണത്തിന്റെ സമയമാകുമ്പോൾ ഞങ്ങൾ വിളിക്കാം. ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നതല്ലേ, ടയേർഡാ, റെസ്റ്റ് എടുക്ക്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാ മതി, ഫോണിൽ വിളിച്ചാ മതി. നികേഷ് ബാഗ് ഇതാ. ശരി സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് നിധി ബാഗുമായി റൂമിലേക്ക് പോവുകയാണ്. തുടർന്ന് റൂമിലേക്ക് വരുന്ന സുധീഷ് പറയുന്നു ഇപ്പൊ സമാധാനമായോ? എല്ലാവരും സന്തോഷത്തോടുകൂടി ചുറ്റും നോക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു നികേഷ് എങ്ങനെയുണ്ട് റൂം? നികേഷ് പറയുന്നു സുധീഷ് ഏട്ടാ ഇങ്ങനത്തെ റൂമൊക്കെ ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, സൂപ്പർ ആയിട്ടുണ്ട് സുധീഷ് ഏട്ടാ. ഹരീഷ് പറയുന്നു സുഭാഷ് ഏട്ടാ AC. അങ്ങനെ AC ഓൺ ചെയ്യുകയാണ് അവർ. ഡ്രൈവ് ചെയ്ത് ഞാൻ നല്ല ടയേർഡാണ്, ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞ് സുധീഷ് ബെഡിലേക്ക് കിടക്കുകയാണ്. തുടർന്ന് വൈകുന്നേരം ഭക്ഷണം കഴിക്കാനായി റെസ്റ്റോറന്റിലേക്ക് വരികയാണ് എല്ലാവരും. ചുറ്റും നോക്കി സുധീഷ് മനസ്സിൽ പറയുന്നു വലിയ റെസ്റ്റോറന്റ് ആണല്ലോ, ഇവരിവിടെ ഇട്ടിരിക്കുന്ന ലൈറ്റിനും ടേബിളിനും ചേർത്ത് ബില്ല് തരുമെന്നാ തോന്നുന്നത്. നികേഷ് പറയുന്നു നമുക്ക് ആ ടേബിളിന്റെ അടുത്തിരിക്കാം. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാനായി ഇരിക്കുമ്പോൾ വെയിറ്റർ മെനു കാർഡ് കൊണ്ട് കൊടുക്കുകയാണ്. സുധീഷ് കണ്ണും തട്ടിയിരിക്കുമ്പോൾ മെനു കാർഡ് നോക്കുകയാണ് നികേഷ്. ഇവൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് സുഭാഷ് മനസ്സിൽ പറയുകയാണ്. പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു ചേട്ടാ എനിക്ക് 2 ഇഡ്ഡലി മതി, ഇവർക്ക് എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാ കൊടുത്തോ. സുഭാഷ് പതിയെ പറയുന്നു എടാ സുധീഷ് രാത്രിയിലത്തെ ഭക്ഷണത്തിനുള്ള ക്യാഷ് ഞാൻ തരാം, ഉറപ്പാണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ് തരാമടാ, എന്റെ കയ്യിലുണ്ട്. നികേഷ് പറയുന്നു എനിക്കൊരു ചിക്കൻ ബിരിയാണി. ഹരീഷ് മട്ടൻ ബിരിയാണി പറയുമ്പോൾ നിധി പറയുന്നു എനിക്കൊരു വെജ് റൈസ് മതി. സുഭാഷ് പറയുകയാണ് ഞാന് നിങ്ങൾ ഓർഡർ ചെയ്തതിൽ നിന്നും എടുത്തോളാം. സുധീഷ് പറയുകയാണ് എനിക്ക് 2 ഇഡ്ഡലിയുടെ ഒപ്പം ഒരു ബട്ടർ ചിക്കൻ മസാല, ഒരു ഹാഫ് തന്തൂരി, അതെല്ലാം ഞങ്ങള് ഷെയർ ചെയ്ത് കഴിച്ചോളാം. ഇത്രയൊക്കെ വേണോന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ് എടാ കഴിക്കട്ടെ വിട്, പാവം ഇവൻ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നതല്ലേ, വിശക്കുന്നുണ്ടായിരിക്കും. 15 മിനിറ്റിനുള്ളിൽ കൊണ്ടുവരാന്ന് പറഞ്ഞ വെയിറ്റർ അവിടെ വന്ന് പോകുമ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി സംസാരിച്ചിരിക്കുകയാണ്. ഈ സമയം ഭക്ഷണം കഴിക്കാനായി ആ റെസ്റ്റോറന്റിലേക്ക് വരികയാണ് രാജീവും ഹേമയും അരുണും സാന്ദ്രയും നിഹാരികയും. കുറച്ച് അപ്പുറത്തായുള്ള ടേബിളിന്റെ അരികിലേക്ക് ഇരിക്കുകയാണ് രാജീവും ഫാമിലിയും. നിധിയും സുധീഷും ഒന്നും അവരെ ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സുധീഷ് കൈ കഴുകാനായി പോകുമ്പോൾ അവിടേക്ക് കൈ കഴുകാനായി വരികയാണ് രാജീവ്. ഫോണിൽ സംസാരിച്ചുകൊണ്ട് വരുന്ന രാജീവ് സുധീഷിനെ ശ്രദ്ധിക്കുന്നില്ല. സുധീഷും രാജീവിനെ
ശ്രദ്ധിക്കുന്നില്ല. തുടർന്നുള്ള റിവ്യൂവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.